അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബാലനാട് എന്ന സ്ഥലത്താണ്. ബാലനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാണുന്നത് കണ്ടോ, 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ബാലനാട്. പണ്ടേതോ ഒരു ബാലൻ ഇവിടെ താമസിച്ചിരുന്നു. അത് പിന്നെയാണിത് ബാലൻ്റെ നാടായി മാറിയത്. വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് നമുക്ക് അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ബാലനാടിൻ്റെ വിശേഷങ്ങൾ, ആ കൂട്ടായ്മയുടെ വിശേഷങ്ങൾ, അവരുടെ ഒരുമയുടെ വിശേഷങ്ങൾ, അവരുടെ ആ പഴയ സന്തോഷത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം ഒന്ന് കണ്ടാലോ? വായു. ഈ ബാലനാടെന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ അന്ന് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. കുടിയേറ്റ മേഖല, പലരും പുറമേ നിന്ന് വന്നവരാണ്. ഒരു കാലത്ത് പട്ടിണി അതിരൂക്ഷമായി നിന്ന സമയത്ത് മലയോര മേഖലകളിൽ കൃഷി ചെയ്ത് പട്ടിണി മാറ്റുന്നതിന് ഇവിടെ വന്നെത്തിയ കുറേ ആളുകളുടെ കഥയാണ് ബാലനാട്ടിലുള്ളത്. 1950 കാലഘട്ടത്താണ് ഈ ബാലനാട്ടിലേക്ക് ആളുകൾ കുടിയേറി പാർത്തത്. അക്കാലത്ത് ധാരാളം വെള്ളവും കൃഷി ചെയ്യാനുള്ള സാഹചര്യം എല്ലാം ബാലനാട്ടിലുണ്ട്. മുള്ളിരിങ്ങാട് പുഴയുടെ കൈവഴിയെ ഒഴുകുന്ന ഒരു ചെറിയ തോടാണ് ബാലനാട് തോട്. എപ്പോഴും ശുദ്ധജലം, എപ്പോഴും നല്ല ശാന്തമായ അന്തരീക്ഷം. വെറുതെയാണെങ്കിലും കുറച്ച് നേരം ഇവിടെ വന്ന് ഈ കാനനച്ചോലയിൽ ഇരിക്കാൻ വളരെ മോഹം തോന്നിപ്പോവും. അത്ര മനോഹരമായ ഒരു പ്രദേശമാണ് ബാലനാട്. ഫലഭൂഷ്ടമായ ഭൂമിയാണ്. എന്ത് നട്ടാലും നിറയെ കായ്ഫലം തരുന്ന ഒരു പ്രത്യേകതരം മണ്ണ്. ആ മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിച്ച ആ പുരാതന ആളുകളെ ഒന്ന് ആദരിക്കുകയും അവരുമായിട്ടൊന്ന് സല്ലപിക്കുകയും ചെയ്യാൻ വേണ്ടി, അവരുമായിട്ട് ഒരു നിമിഷം ചെലവഴിക്കാനാണെന്ന് ബാലനാട്ടിലെ യുവാക്കളെല്ലാവരും ചേർന്ന് അവരെ ആദരിക്കാൻ പോകുന്നു. അവരോട് കുശലം പറയാൻ പോകുന്നു. അതിൽ പ്രമുഖരാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അക്കാലത്ത് കുടിയേറിപ്പാർത്തവർ. ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ട്. കഷ്ടപ്പാടിൻ്റെ, ദുരിതത്തിൻ്റെ, എന്തിനേറെ ആനയോടും കടുവയോടും കാട്ടുപന്നിയോടും രാജവെമ്പാലയോടും എല്ലാം മല്ലടിച്ച് ഈറ്റയും മുളയും വെട്ടി ഈ മണ്ണ് പൊന്നാക്കിയ അന്നത്തെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു സ്നേഹക്കൂട്ടായ്മയാണിന്ന്. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. കാരണം പണ്ടൊക്കെ ഇത്രയൊന്നും സാഹചര്യമില്ലെങ്കിൽ പോലും അവർ കൃഷിയൊക്കെ ഇറക്കി, കൃഷിയെല്ലാം വിളവെടുത്ത് അതിനുശേഷം ഒരു കൂട്ടുകൂടലും ഒരു സ്നേഹം പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ട്. അന്ന് ഇതുപോലെ ലഹരിയും വിദേശ മദ്യമൊന്നും ഇല്ലെങ്കിലും ഇവരെ സംബന്ധിച്ച് അവർ അന്നൊക്കെ ധാരാളം ഈ കള്ളൊക്കെ കിട്ടുന്ന കാലമാണ്. ഇഷ്ടം പോലെ പറമ്പിൽ പനയുണ്ട്, ചെത്താൻ ആളുണ്ട്. അപ്പോൾ കള്ളൊക്കെ ഊറ്റിയെടുത്ത് മിച്ചം വരുന്ന കള്ള് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് മാവൊക്കെ ഇട്ട് കുറച്ച് മരുന്നൊക്കെ ഇട്ട് അത് പുളിപ്പിച്ച് വാറ്റിയെടുത്ത് കിട്ടുന്ന ചാരായമൊക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും ഒന്ന് കൂട്ടി വിളിച്ച് എല്ലാവരോടും ഒക്കെ ഒരു സൗഹൃദം പങ്കിട്ട് എന്തെങ്കിലും ഇറച്ചിയോ മീനോ, മീനെന്നൊക്കെ പറഞ്ഞ് പുഴയിലൊക്കെ ധാരാളം മീനുണ്ടല്ലോ, അപ്പോൾ മീനൊക്കെ പിടിച്ച് ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി എല്ലാവരും കൂടി കൂടുന്നൊരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ആ ഗതകാലം നമുക്ക് കടന്നുപോയി. നമുക്കില്ല, അങ്ങനെ ഒരു ആഘോഷമില്ല, നമുക്ക് അതിനൊരു സമയമില്ല. പക്ഷേ അതിനൊരു പുതിയൊരു വേദി ഉണ്ടാവുകയാണ്. ബാലനാട്ടിലെ ആ പഴയ കാരണന്മാരെല്ലാവരും, അവരെല്ലാവരും ഒത്തുകൂടുന്നു, അവരെ ഒന്ന് ആദരിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടാണ് വാർഡ് മെമ്പർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പൗരപ്രമുഖരെല്ലാവരും വന്ന് അവരെ ആദരിച്ചു. പ്രത്യേകിച്ചും ആ വാർഡിലെ മെമ്പറാണ് അവർക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി നിന്നത്. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർ അന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് സന്തോഷമായി അവർ തിരിച്ചു പോവുകയാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും ഇനിയും അടുത്ത കൊല്ലം ഇതുപോലൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് അവർക്കുള്ളത്. ഹൃദയം നിറഞ്ഞ സന്തോഷം. അവർക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ആഘോഷങ്ങളും കൂട്ടായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ എഴുതുക.